ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1.5 kg വരുന്ന ഒരു 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ്. ഇതിൽ താഴെ ലെയർ വന്നിട്ട് 8 ഇഞ്ചിൻ്റെ മോൾഡിലും മുകളിലെ ലെയർ 6 ഇഞ്ചിൻ്റെ മോൾഡിലുമാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ചൂടാറിയതിന് ശേഷം ഞാനിത് ക്രം കോട്ട് ചെയ്ത് എടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ക്രം കോട്ട് ചെയ്യുന്നത് മുകളിലെ ലെയറാണ്, അതായത് 1/2 kg വരുന്ന കേക്കാണ് ഞാൻ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. മുകളിലെ ലെയർ ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ താഴെ ലെയറാണ് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ നൈറ്റ് ഒരു 12 മണിക്കാട്ടോ അത് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ട് രാവിലെയാണ് ഞാനത് ഫൈനൽ കോട്ട് ചെയ്യുക. കേക്കിന് ക്രം കോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് കേക്കിൻ്റെ ഒരു ലെയർ വെക്കുക, എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക, ക്രീമും ഫില്ലിങ്സും കൊടുത്ത് എന്നിട്ട് സെക്കൻഡ് ലെയർ വെക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അങ്ങനെയാണ് ക്രം കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്രം കോട്ട് ഞാൻ നൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കമ്പനിക്ക് വന്നിരുന്ന് ഓരോന്ന് പറഞ്ഞവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ കേക്കിനെ പുറത്തെടുത്ത് കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഒരു ഡബിൾ കളറിലാണ് കേട്ടോ പറഞ്ഞിരുന്നത്, അതായത് വൈറ്റും സ്കൈ ബ്ലൂവും കളറാണ് പറഞ്ഞിരുന്നത് കേട്ടോ കസ്റ്റമർ. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തമായിട്ട് വൈറ്റ് കളർ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ക്രീമിൽ സ്കൈ ബ്ലൂ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ക്രീമിൽ ഓവറായിട്ട് കളർ മിക്സ് ആവില്ല, എന്നാൽ പിന്നെ കളർ ഉണ്ടാവും ചെയ്യും. അങ്ങനെ സ്ക്രാപ്പർ കൊണ്ട് കേക്കിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ട് ഷാർപ്പാക്കി എടുക്കുന്നുണ്ട്. ഐസിങ് നൈഫ് കൊണ്ട് കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നീറ്റാക്കി എടുക്കുക. ഇനി നമ്മൾ മുകളിലെ ലെയർ, അതായത് 1/2 kg വരുന്ന കേക്കാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത്. താഴെ ലെയർ ചെയ്ത സെയിം മെത്തേഡ് തന്നെ കേട്ടോ മുകളിലും ചെയ്യേണ്ടത്. ഐസിങ് നൈഫ് കൊണ്ടും സ്ക്രാപ്പർ കൊണ്ടും കേക്കിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ട് ഷാർപ്പ് ചെയ്തെടുക്കുക. താഴെ ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് ഓവറായിട്ട് സോക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം മുകളിലെ ലെയർ വെക്കുമ്പോൾ താഴെ ലെയർ ക്രാക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കേക്ക് ചെരിഞ്ഞു പോവുക, താഴ്ന്നു പോവുക, അങ്ങനെയൊക്കെ വരും ഡെലിവറി ചെയ്യുമ്പോൾ. അതുകൊണ്ട് കൂടുതൽ സോക്ക് ചെയ്യാതിരിക്കലാണ് ബെറ്റർ കേട്ടോ. ഇനി കേക്കിന് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുക്കുക. 2 ടയർ കേക്ക് ആയതുകൊണ്ട് കുറച്ച് സ്റ്റിക്ക് കേക്കിൻ്റെ ഉള്ളിൽ വെക്കണേ. മുകളിലെ കേക്ക് ഐസിങ് നൈഫ് കൊണ്ട് ബോർഡിൽ നിന്ന് എടുത്ത് മുകളിലൊരു സ്റ്റിക്ക് വെച്ച് ആ സ്റ്റിക്കിൽ പിടിച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ സ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാക്ക് ചെയ്യാൻ കഴിയും. ഇനി മുകളിൽ നിന്നും താഴേക്കും സ്റ്റിക്ക് വെച്ചിട്ട് മുകളിൽ ഡാമേജ് ആയ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇനി ഞാൻ ചെറിയൊരു സ്റ്റാർ നോസിൽ കൊണ്ട് ചെറുതായൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പ്രിൻ്റ് ചെയ്ത സിൻഡ്രല്ലയുടെ ഒരു പ്രിൻ്റ് കൂടെ വെക്കുന്നുണ്ട്. ഒരു സ്റ്റാർ നോസിൽ കൊണ്ട് ആ സിൻഡ്രല്ലക്ക് ഗൗണും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് കുറച്ച് ഹെയർ ഷേപ്പും കൂടി വരക്കുന്നുണ്ട്. കേക്കിൻ്റെ ടോപ്പിൽ റോസറ്റ നോസിലോട് കുറച്ച് റോസും കൂടി വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കേക്കിൻ്റെ ഡെക്കറേഷൻ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.